CPI UDFിൻ്റെ ഘടകകക്ഷിയാകുന്നതിനോട് കോൺഗ്രസിന് മാത്രമല്ല മുസ്ലിം ലീഗിനും കൃത്യമായും ഒരു സ്വാഗതാർഹമായ നിലപാടാണ് ഉള്ളത് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടുള്ള നീക്കമാണ് നടത്തിയിരിക്കുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗും CPIയെ കൃത്യമായും സ്വാഗതം ചെയ്യുമ്പോൾ തീർച്ചയായും UDFിനകത്ത് വലിയ രീതിയിലുള്ള ഒരു ഐക്യം പോലും ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ UDFിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് CPI ഇനിയും അപമാനം പേറി പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങേണ്ട കാര്യമില്ല, ആദർശം പണയം വെക്കേണ്ട കാര്യമില്ല. CPIയുടെ വ്യക്തത എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. തൃശ്ശൂരിൽ അവർ നിർണായക ശക്തിയാണ്. അവർക്ക് പരാജയം സംഭവിച്ചതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും CPIഎമ്മിനും പിണറായി വിജയനും തന്നെയാണ്. EP ജയരാജൻ പുറത്തായത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു EP ജയരാജനിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല യഥാർത്ഥത്തിൽ CPഎമ്മിലെ പ്രശ്നം. കൃത്യമായും പ്രശ്നങ്ങൾ അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷത്തിനകത്ത്. CPM എപ്പോൾ വേണമെങ്കിലും പിളർക്കപ്പെടാം. കാരണം നിരവധിയാണ്. അമ്മാവനും മരുമകനും കൂടി പാർട്ടിയെ കൈയാളാൻ കൃത്യമായി ഉപയോഗിക്കുന്നു. ഇതിനോടകം തന്നെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും മരിച്ചവരുടെ വിഷയത്തിൽ അവിടെ കുഴിമാടങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അവിടുത്തെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന കാര്യത്തിലും എന്തുമാത്രം കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമല്ലേ എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസ് കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. CPI അവരുടെ യഥാർത്ഥ ബലം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് നിൽക്കുന്നത്. CPഎമ്മിൻ്റെ കൂടെ ഒട്ടി നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. CPI കൃത്യമായും സ്വതന്ത്രരായി ചിന്തിക്കാൻ ഇനിയെങ്കിലും പഠിക്കേണ്ടതായി ഉണ്ട്. അവരുടെ പാർട്ടിയുടെ നിലനിൽപ്പ് ആ രീതിയിലായിരിക്കണം. LDFിൽ തുടർന്നാൽ അവർക്ക് എല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തകർ കൃത്യമായ തീരുമാനം നേതാക്കളെ അറിയിച്ചാൽ മാത്രമേ ആ പാർട്ടിക്ക് ഇനി മേൽഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം CPIയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അലോ ചെയ്ത ലോക്സഭാ സീറ്റുകളിൽ പ്രധാനപ്പെട്ട 2 സീറ്റുകൾ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും CPIഎം BJPക്ക് വോട്ട് മറിച്ചു എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് ജയിക്കാതിരിക്കാനും അതോടൊപ്പം CPIക്ക് പണി കൊടുക്കാനും കൃത്യമായി CPIഎം അണികൾ ശ്രമിച്ചതിൻ്റെ നേർരേഖയാണ് നമ്മളെല്ലായിടത്തും കണ്ടത്. ഇങ്ങനെ ചെയ്യുന്ന ചതിക്കുന്നവരെ ഒപ്പം നിർത്തേണ്ട എന്ത് കാര്യമാണ്, എന്ത് ബാധ്യതയാണ് CPIക്ക് ഉള്ളത് എന്നാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് ചോദിക്കുന്നത്. UDFിൽ എല്ലാ അർത്ഥത്തിലും CPIക്ക് കൃത്യമായി ധൈര്യപൂർവ്വം കടന്നു കയറാം. UDFിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി. ചർച്ചകൾ കൃത്യമായി നടക്കും. AICC നേതൃത്വവുമായി കൂടിയാലോചിക്കും. നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPI. കോൺഗ്രസിനോടൊപ്പം നിന്നു തന്നെയാണ് CPIക്ക് തമിഴ്നാട്ടിൽ 2 ലോക്സഭാ സീറ്റുകൾ കിട്ടിയത്. CPIഎമ്മിന് പോലും രാജസ്ഥാനിലെ സിക്കാർ മണ്ഡലത്തിലും തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലും അതുപോലെ തന്നെ മധുരയിലും ലോക്സഭാ സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിൻ്റെയും DMKയുടെയും സഹായം കൊണ്ടാണ്. എന്നിട്ടും CPIഎമ്മിൻ്റെ ഈ ഗർവ് എന്തിനാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള BJPയുമായുള്ള ഡീലാണ് അവിടെ നടന്നിരിക്കുന്നത്. CPIഎം എന്നത് പിണറായി വിജയൻ്റെ മാത്രം കുടുംബമായി ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും CPI തങ്ങളുടെ ആദർശങ്ങൾ കളഞ്ഞു കുളിക്കരുത് എന്ന് കോൺഗ്രസിന് പറയാനുണ്ട് എന്നുകൂടി സംസ്ഥാന നേതൃത്വം അഭിപ്രായപ്പെട്ടിരിക്കുന്നു.